റെക്കമെൻഡാണ് മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നത്. കൊടുത്തിട്ടില്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ അധികാരം തെറിച്ചു പോകും. എന്നാൽ ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, അപേക്ഷാസരത്തിലാണ്. മൊഹീദ്ദീൻ ശൈഖ് അള്ളഹാനോട് ഇതാ മൊഹീദ്ദീൻ തരീഖത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അബൂബക്കറുട്ടിയാണ്, കൊടുക്കണം പടച്ചോനെ എന്ന് പറയാണ്. വാസ്തവത്തിൽ ഇവർ ചില സമയത്ത് ഇവരെ മാലകളൊക്കെ എടുത്തു നോക്കിയാൽ അള്ളഹാനെ കണ്ണുരുട്ടി പേർപ്പിച്ചു വാങ്ങണേ ശൈഖന്മാരെ കഥയുണ്ടല്ലോ അല്ലേ? വലിയ ഒരു ഖാദിം മൗത്തായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ താരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. തനിയോന്റെ അരുളാൽ പൂടിത്താതെയെങ്ങീനെ താരും ഞാനെന്ന് മാലക്കിനബിണ്ടോവർ. നവിൽ കേട്ട് കയ്യില്ല മരർ പിടിത്തുള്ള ജമ്പിലെ വേഗം ഫീഡിത്ത് പാടിത്തോവർ. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയിർകള് തുള്ളിപ്പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. വിട്ടതൈ കണ്ട് ആസിറയിൽ അല്ലാന്റെ വലിമഹാളിറത്തിലെത്തി പറഞ്ഞോവർ. അപ്പോൾ മലക്കോട് അല്ലാ അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ച ദീതന്റെ കൗസല്ലേ പുതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്നോവർ. പുതിയ മൊഹിയുദ്ദീൻ മാല 1950കളിൽ രചിക്കപ്പെട്ടതാണ്. പൊന്നാനി അച്ചുകൂടത്തിൽ അടിപ്പിക്കപ്പെട്ട നേർച്ചപ്പാട്ടാണ്. പാടുന്നതും പാടിപ്പിക്കുന്നതും ഫോരിശിയാക്കപ്പെട്ടതാണ്. മഖ്ദൂം കുടുംബത്തിലുള്ളവർ പരിശോധിച്ച് ഹത തീർത്തതാണ്. എന്താ ഉള്ളത്? ഒരു ആള് മരിച്ച്, ഒരു മുരീദത്തിന്റെ ഭർത്താവ് മരിച്ച് കണ്ടോ. അപ്പോ മൊയ്തീൻ ശൈഖിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞിട്ട് മാപ്പിള മരിച്ചുപോയി. അപ്പോ ഒരു മലക്കുൽ മൗത്തിനെ അങ്ങോട്ട് വിളിച്ച് ഈ പെണ്ണിന്റെ റൂഹ് അങ്ങോട്ട് ഭർത്താവിന്റെ റൂഹ് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോ മലക്കുൽ മൗത്ത് കുറച്ച് കൊടുക്കാൻ പറ്റില്ല, അള്ളാഹ് എന്റെ കൽപ്പന അനുസരിച്ച് പിടിച്ച് എങ്ങനെ നമ്മൾ കൊടുക്കാനാണ്. ഇയാൾക്ക് ദേഷ്യം പിടിച്ചില്ലേ? അയാൾ മലക്കിനേറ്റ് മൽപ്പിടുത്തത്തിൽ വരാം. മലക്കൊരൊറ്റ പാറല്. മലക്കാരൻ പറഞ്ഞാണ് മലക്ക് പാറുമല്ലോ, മലക്കിന് ചിറകുണ്ടല്ലോ. മലക്ക് പാറിയപ്പോ പിന്നെ ഇയാൾ നിൽക്കാൻ, ഇയാളും പാറി. അന്തരീക്ഷത്തിൽ വെച്ച് പിടിവലിയായിട്ട് മാലക്കാരൻ പറയുന്നത് മലക്കുൽ മൗത്തിനെങ്കിലും നല്ല ടൈറ്റ് ആക്കിയ ഒരു മൂടിയുള്ളൊരു കൊട്ടയിലാണ് റൂഹൊക്കെ ഉണ്ടായിരുന്നത്. ആ കൊട്ട അങ്ങ് പിടിച്ചു വാങ്ങിയിട്ട് മൂടി അങ്ങ് തുറന്നു. അന്ന് മരിച്ചവർക്കൊക്കെ ജീവൻ തിരിച്ചിട്ട് റൂഹൊക്കെ ക്ലീൻ ഔട്ട്. അള്ളാഹുവിന്റെ അടുത്ത് എന്നിട്ട് മലക്കുൽ മൗത്ത് പോയി പരാതി പറഞ്ഞപ്പോ അല്ല പറയാണ് മലക്കുൽ മൗത്തെ ഒന്നങ്ങോട്ട് ചോദിച്ചപ്പോ അതങ്ങ് കൊടുത്തുകൂടായിരുന്നോ? കൊടുക്കാത്തതുകൊണ്ടല്ലേ കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പൊ എന്തായി? അള്ളാഹ്ക്ക് പോലും പേടിയായി. ആരെ പേടിയായി? പല ശുപാർശക്കാരെ പേടിയായി. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് നന്ന് മരണം വിധിച്ചിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ആ വിധിയെ ഇവർ ദുർബലപ്പെടുത്തിക്കൊണ്ട് അവർക്കൊക്കെ ജീവൻ തിരിച്ചു കിട്ടി. ഈ തരത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളെ ശുപാർശകന്മാർക്ക് കഴിവുണ്ട്, സ്വാധീനമുണ്ട്. അള്ളവരെ കണ്ണുരുട്ടിയാ പേടിച്ചു പോകുമെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അതേ പുതിയ മൊഹിയുദ്ദീൻ മാലയിൽ തന്നെ കാണാൻ സാധിക്കും. ഒരെ പെണ്ണിന് കുട്ടിയില്ല, പെണ്ണ് മച്ചിയാണ്. മച്ചിയായ പെണ്ണ് ശൈഖിനോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് കുട്ടിയൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലായി. അപ്പോ എന്താ ചെയ്യാ? കുറെ ആൾക്ക് അള്ള കുട്ടി കൊടുക്കും, കുറെ ആൾക്ക് കുട്ടി കൊടുക്കൂല. ക്ഷമിച്ചാളെ പെണ്ണേ എന്ന് പറഞ്ഞാൽ പോരെ? മൂപ്പരെന്ത് ചെയ്തു? നേരെ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ലൗഹുൽ മഹ്ഫൂദിൽ ബന്ധപ്പെട്ട് നോക്കുമ്പോ അവിടെ റിക്കാർഡിൽ പരിശോധിച്ച് നോക്കുമ്പോ ഇപ്പെണ്ണിന് കുട്ടി കൊടുക്കണം എന്ന് അള്ളാന്റെ തീരുമാനത്തിൽ രേഖയിലില്ല. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു? എന്നാ ഒരു കുട്ടിയില്ലെങ്കിൽ 2 കുട്ടി കൊടുക്ക്. ഒരു കുട്ടിയില്ലെങ്കിൽ ഒരക്കുട്ടിയെങ്കിലും കൊടുക്കുന്നാ പറയണ്ടത്. കുറച്ചാളൊന്ന് ഗർഭം ധരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് അലസിപ്പോയാലും പാടില്ല, ഊതിക്കൊന്ന് ഗർഭം ധരിക്കുകയും ചെയ്തല്ലോ എന്ന് പറയേണ്ടി പറയും 2 കുട്ടി കൊടുക്ക്. അള്ളവൻ 2 കൊടുക്കാൻ പറ്റില്ല, എന്നാ 3 കുട്ടി കൊടുക്ക്. 3 കൊടുക്കാൻ പറ്റില്ല, എന്നാ 4 കൊടുക്ക്. പറഞ്ഞ് ഇയാൾ 7 വരെ എത്തി. അവസാനം അള്ള തോറ്റ് ഞാൻ 7 കൊടുത്തോളാം മൊഹിയുദ്ദീനെ, 8 എന്ന് പറയില്ലട്ടോ. കണ്ടോ? അപ്പൊ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനോട് പറയുന്നത് പോലെ കൊടുത്തില്ലെങ്കിൽ അധികാരം തെറിച്ചു പോകും. അങ്ങനെ ഔലിയാക്കന്മാര് റിജാലുൽ ഗൈബാണ്, അള്ളാഹനെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കണില്ലേ? അപ്പൊ മൊഹിയുദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ അള്ളാഹു മുട്ടുമടക്കേണ്ടി വന്നു. കൊടുത്തോളണം. അതാണ് മരടിയായുള്ള സീറിക്കൊരു കുട്ടിയെ മന്നാനെ നൽകി നീ അങ്ങ് മോളിന്തോവർ.
മറുപടി ലൗഹില്ല വർക്കില്ല പിള്ളകൾ മുറുക്കുന്നു 2 കോടിക്ക് നീ ദയ്യാനെ കൊടുക്കാനെളുപ്പത്തിലല്ലെങ്കിൽ 3 എണ്ണം കൊടുക്കേണമങ്ങീനെ 7ഓളം ബിണ്ടോവർ 800 തീരും മുമ്പായിറയോവൻ MP ഞാൻ 7 കോടുപ്പാതെന്നോവർ മൊയ്യദ്ദീനെ 8 നെറ്റ് പറയല്ലട്ടോ അത് പറഞ്ഞാൽ ഞാനവും കൊടുക്കേണ്ടി വരും കാരണം മൻമോഹൻ സിംഗിന്റെ ഭാര്യയല്ലേ സോണിയാഗാന്ധി പറയല്ലേ അപ്പോ നിങ്ങൾ മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുള്ളവരുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അബൂജഹലിന്റെ വിശ്വാസം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അബൂബക്കർ സിദ്ദീഖിന്റെ തൗഹീദ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ തെളിയിക്കണം എന്നിട്ട് റാജി വായിക്കുന്നു ഇബ്നു തൈമിയന്റെ ഖായിദത്തുൻ ജലീല ഫി തവസ്സുൽ വൽ വസീല വായിക്കുന്നു എന്ത് വായിച്ചിട്ടും കാര്യമല്ല അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല റാജി ശഫാഅത്തിനെ സംബന്ധിച്ച് മുഅ്തസിലിയാക്കൾക്ക് മറുപടി പറയുമ്പോൾ കുറെ സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മുഅ്തസിലിയാക്കളെ തോൽപ്പിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെയും സാധ്യതയുണ്ട് ഇങ്ങനെയും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ആ പറയുന്നത് ഒന്നും ഉറപ്പിച്ച് പറയുന്നില്ല അതിന്റെ ഒരു വാലെടുത്തിട്ടാണ് റാജി അതാ പറയുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം ഇങ്ങനെയാണ് എന്നാ സുഹൃത്തുക്കളെ അങ്ങനത്തെ വിശ്വാസം ഇന്ന് നിങ്ങൾക്കുമുണ്ട് ഇതൊന്നുകൂടി വ്യക്തമാക്കിയിട്ട് മുസ്ലിയാര് ജനങ്ങളെ കുപ്പിയിലാക്കാൻ വേണ്ടി പറയുന്ന ഭാഗം നിങ്ങൾക്കൊന്ന് കേൾക്കാൻ സാധിക്കും നമ്മുടെ വാദം മഹബൂബീങ്ങളായ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരായ ആളുകൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ തട്ടുകയില്ല അതാണ് ഞങ്ങളുടെ വാദം അതൊന്ന് കേട്ടോളിങ്ങളെ നമ്മളെ വാദം അങ്ങനല്ല നമ്മളെ വാദം എങ്ങനെ അല്ലാഹുവിന്റെ മഹബൂബീങ്ങളായതിനാൽ അല്ലാഹ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത മഹാന്മാരായതിനാൽ അവരെ റെക്കമെന്റും അവരെ ചോദ്യവും അവരെ ദുആയും അല്ലാഹ് തള്ളൂല അതിനെന്താ മുസ്ലിയാരെ തെളിവ് ഞങ്ങൾക്ക് എല്ലാറ്റിനും തെളിവ് ഖുർആനാണ് അല്ലാഹ് പറയുന്നു വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാർ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹ് ഉത്തരം നൽകും അപ്പൊ എല്ലാവർക്കും അല്ലാഹ് എല്ലാത്തിനും ഉത്തരം നൽകലല്ല അല്ലാഹ് മഹാന്മാർക്ക് ഉത്തരം നൽകുമെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുന്നു അവിടെ നമ്മൾ ചോദിച്ചാൽ ഉത്തരം കിട്ടാത്തത് മഹാന്മാര് ചോദിച്ചാൽ ഉത്തരം കിട്ടും ഇത് തന്നെ ബുഖാരിയുടെ ഹദീസിലും കാണാം ഫർദും സുന്നത്തുകളും ഒക്കെ എടുത്തുകൊണ്ട് എന്നിലേക്ക് എന്റെ അടിമ അടുത്തടുത്താൽ ഞാൻ അവനെ സ്നേഹിക്കും ഞാനങ്ങ് സ്നേഹിച്ചാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തുസു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ അവന്റെ കാതിനും കണ്ണിനും കാലിനും കൈക്കുമൊക്കെ അസാധാരണമായ കഴിവുകൾ നൽകുമെന്ന് പഠിപ്പിച്ച ശേഷം അല്ലാഹ് പറയുകയാണ് അത്തരം മഹാന്മാരെന്നോട് ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ കൊടുക്കും അവരെന്നോട് അഭയം തേടിയാൽ ഞാൻ നിശ്ചയം അഭയം നൽകും അവര് സാധാരണക്കാരെ പോലെ അല്ല അപ്പോ അല്ലാഹുവിന്റെ മഹബൂബീങ്ങളായ ആളുകള് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹ് തട്ടൂല അല്ലാഹ് ഉത്തരം കൊടുക്കും അവർ ദ്വാരന്നാൽ ഉത്തരം കൊടുക്കും അതിന് മഹാനായിക്കൊള്ളണമെന്നൊന്നുമില്ല മുബരോധി ആയത്തിന് മഹാൻ എന്നൊന്നുമില്ല അല്ലദീന ആമനു അമിലുസ് സാലിഹ ഈമാനും അമിലുസ്സാലിഹുമുള്ള എല്ലാ സത്യവിശ്വാസികളും ചോദിച്ചാലും അല്ലാഹ് ഉത്തരം കൊടുക്കും മഹാന്മാരാണെങ്കിൽ ഉത്തരം കൊടുക്കാൻ കുറച്ച് സാധ്യത കൂടും കാരണം കൂടുതൽ അല്ലാഹുമായി അടുത്തവരും തൊക്കമുള്ളവരും ആയിരിക്കുമല്ലോ അതിലൊന്നും ഇവിടെ തർക്കല്ല മഹാന്മാരും അല്ലാത്തവരുമായ മുഅ്മിനീങ്ങൾ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കും കൂടുതൽ അല്ലാഹുമായി അടുത്ത മഹാന്മാർക്ക് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് അതിലൊന്നും ഇവിടെ തർക്കല്ല തർക്കമുള്ളത് ആ പറഞ്ഞ മഹാന്മാരോട് നിങ്ങൾ എന്തിനാ ശുപാർശയെ ചോദിക്കുന്നത് അവരോട് എന്തിനാ നിങ്ങൾ ദുആ ചെയ്യുന്നത് ഇവർ ഞങ്ങളെ ശുപാർശക്കാരാണെന്നും പറഞ്ഞ് അവരെ ശുപാർശക്കാരായി സ്ഥാപിച്ചിട്ട് അവരോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്നു അവരെ നിങ്ങൾ തവക്കുലാക്കുന്നു അതാണ് തെറ്റ് അതാണ് മക്ക മുശ്രിക്കുകൾ ചെയ്യുന്നത് മക്ക മുശ്രിക്കുകൾ ചെയ്തതിനെ സംബന്ധിച്ച് റാജി പറയുന്നു